മക്കളെ, മൂന്നാമത്തെ മൊഡ്യൂളിലെ ബേസിക് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് എന്ന് പറയുന്ന ഭാഗത്തിൻ്റെ ബാക്കിയാണ് നമ്മൾ പറയുന്നത്. ഇതിൽ 5 ചാപ്റ്ററാണ് ഉള്ളത്. ആവറേജ്, റേഷ്യോ, പ്രപ്പോർഷൻ, പ്രോബ്ലം ബേസ്ഡ് ഓൺ ഏജസ്, പെർസെൻറ്റേജ്. അപ്പോൾ നമുക്ക് ഇന്ന് ആവറേജ് എന്ന് പറയുന്ന ഭാഗം എന്താണ് പറയുന്നത് എന്ന് നോക്കാം. നമുക്ക് ആവറേജ് അറിയാം അല്ലേ? എന്താ ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേസിക് ആയിട്ട് വാട്ട് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് ആവറേജ്, നമ്മൾ ആവറേജ് മാർക്ക് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ഇപ്പോൾ ഇഫ് ഐ എം കൺസിഡറിങ് ആ ഡേറ്റ 1, 2, 3, 4 എന്ന് പറയുന്ന ഒബ്സർവേഷനുകൾ കൺസിഡർ ചെയ്തു എന്ന് വിചാരിക്കുക. ഇതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 1 + 2 + 3 + 4 ഡിവൈഡഡ് ബൈ, ഇതിന് എത്ര ഒബ്സർവേഷനുകളുള്ള 1, 2, 3, 4 ഒബ്സർവേഷനുകളിലുള്ള, അപ്പം 4 കൊണ്ട് ഡിവൈഡ് ചെയ്തത് എന്ന് വെച്ചാൽ 1 + 2 3, 3 + 3 6, 6 4 10, 10നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ എന്തോ അതായിരിക്കും ഈ സെറ്റ് ഓഫ് ഡേറ്റയുടെ ആവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ആവറേജ് എന്ന് പറയണത് എന്താണ്? ആ തന്നിരിക്കുന്ന ഡേറ്റയുടെ, തന്നിരിക്കുന്ന ക്വാണ്ടിറ്റിയുടെ, തന്നിരിക്കുന്ന ഒബ്സർവേഷൻ്റെ സമ്മിനെ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ എന്ന് ചെയ്തതാണ്. അതിനെയാണ് നമുക്ക് എന്തെന്ന് വിളിക്കാൻ സാധിക്കുക? ആവറേജ് എന്ന് പറയാനായിട്ട് സാധിക്കുക. അപ്പോൾ നമുക്കിനി ഇവിടെ എന്തൊക്കെയാണ് പറയുന്നതെന്ന് നോക്കാം. ബേസിക് ഫോർമുല: ആവറേജ് ഇസ് ഈക്വൽ ടു സം ഓഫ് ക്വാണ്ടിറ്റീസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ക്വാണ്ടിറ്റീസ്. ഇതാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് അല്ലേ? ആവറേജ് എന്ന് പറയുന്നത് ആ ക്വാണ്ടിറ്റി, തന്നിരിക്കുന്ന എല്ലാ വിലകളുടെയും, തന്നിരിക്കുന്ന എല്ലാ വാല്യൂസിൻ്റെയും സമ്മിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? എത്ര വിലകളുണ്ട്, എത്ര ക്വാണ്ടിറ്റികളുണ്ട് എന്നുള്ളത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് എന്ത്? ആവറേജ് എന്ന് പറയുന്നത്. ഇനി ഇതിനെ തന്നെ നമുക്ക് 3 ആക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചതാണത് അല്ലേ? ഈ സം ഓഫ് ക്വാണ്ടിറ്റീസ് ആണ് നമുക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഈ നമ്പർ ഓഫ് ക്വാണ്ടിറ്റീസിനെ ഈ ആവറേജുമായിട്ട് എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതാണ് അടുത്തതിൽ എഴുതിയിരിക്കുന്നത്. സം ഓഫ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് ആവറേജ് ഇൻറ്റു നമ്പർ ഓഫ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. പിന്നെന്താ പറയണത്? നമ്പർ ഓഫ് ക്വാണ്ടിറ്റീസ് ആണ് കിട്ടേണ്ടത് എങ്കിൽ മുകളിലത്തെ ഇക്വേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നമ്പർ ഓഫ് ക്വാണ്ടിറ്റീസ് നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട് അല്ലേ? ഈ ആവറേജിനെ എന്ത് ചെയ്താൽ മതി? ഈ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ മതി. ഈക്വൽ ടു ഈ സൈഡിലേക്ക് മൾട്ടിപ്ലിക്കേഷൻ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഡിവിഷൻ ആവില്ലേ? അതാണ് സം ഓഫ് ക്വാണ്ടിറ്റീസ് ബൈ ആവറേജ് എന്ന് പറയാൻ കാരണം. ഈ 3 ഫോർമുല അറിഞ്ഞിട്ടില്ലെങ്കിലും ഒരു ഫോർമുലയെങ്കിലും അറിയണം. ആവറേജ് എന്ന് പറയുന്നത് സം ഓഫ് ക്വാണ്ടിറ്റീസ് ബൈ നമ്പർ ഓഫ് ക്വാണ്ടിറ്റീസ് ആണ് എന്ന് അറിയണം. അതിൽ നിന്ന് ബാക്കി 2 എണ്ണം എഴുതി ഉണ്ടാക്കാൻ നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം. A man purchased 5 toys at ₹200 each. 5 കളിപ്പാട്ടങ്ങളാണ് ഉണ്ടായിരുന്നത്. 5 കളിപ്പാട്ടത്തിനും എത്ര രൂപ വെച്ചാണ് വാങ്ങിച്ചിരിക്കുന്നത്? 200 രൂപയാണ്. അപ്പോൾ ഒന്നാമത്തെ കളിപ്പാട്ടം, രണ്ടാമത്തെ കളിപ്പാട്ടം, മൂന്നാമത്തത്, നാലാമത്തത്, അഞ്ചാമത്തത്, ഈ 5 എണ്ണത്തിനും ആദ്യത്തേന് 200 രൂപയായി, രണ്ടാമത്തേന് 200, മൂന്നാമത്തേന് 200, അങ്ങനെ 5 എണ്ണത്തിനും കൂടെ 200 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര രൂപയായിട്ടുണ്ടാവും അവിടെ? 1000 രൂപയായിട്ടുണ്ടാവും അവിടെ അല്ലേ? 6 toys at ₹250. 6 ടോയ്കൾ വാങ്ങി. 6 ടോയ്കൾ, അതിലൊരു ടോയിന് എത്രയാണെന്നാണ് പറഞ്ഞത്? 250 രൂപ. അപ്പോൾ 6 എണ്ണത്തിന് എത്ര രൂപയായിട്ടുണ്ടാവും? 250 × 6, അതാണ് 1500 രൂപയായി എന്ന് പറയുന്നത്. ആൻഡ് 9 toys at ₹300. 9 ടോയ് അവിടെ വാങ്ങിച്ചിട്ടുണ്ട്. ഒരെണ്ണത്തിന് എത്ര രൂപയാണ്? 300 രൂപ വെച്ച് 9 ടോയിന് എത്ര രൂപയായിട്ടുണ്ടാവും? 300 × 9, 2700 രൂപയായിട്ടുണ്ടാവും. കാൽക്കുലേറ്റ് ദ ആവറേജ് കോസ്റ്റ് ഓഫ് 1 ടോയ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ടോയിന് എത്ര രൂപയായിട്ടുണ്ടാവും എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് പോലെയാണെന്നുണ്ടെങ്കിൽ സം ഓഫ് ഓൾ ഒബ്സർവേഷൻ അല്ലെങ്കിൽ സം ഓഫ് ഓൾ ക്വാണ്ടിറ്റീസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ക്വാണ്ടിറ്റീസ്. അപ്പോൾ മുകളിൽ ആ കളിപ്പാട്ടങ്ങൾ, ടോയ്കൾ വാങ്ങിക്കാൻ വേണ്ടി എത്ര രൂപയായിട്ടുണ്ടോ അതിനെ എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? എത്ര ടോയ്കളാണ് ഉള്ളത് അതുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്? ഡിവൈഡ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ എത്ര രൂപയായിട്ടുണ്ട്? 5 ടോയ് വാങ്ങാൻ 200 രൂപ വിലയുള്ള 5 ടോയ് വാങ്ങാൻ 1000 രൂപയായിട്ടുണ്ട്. അപ്പോൾ 1000 പ്ലസ് 1000 പ്ലസ് ഇനിയോ 250 രൂപ വിലയുള്ള 6 ടോയ്കൾ വാങ്ങിയിട്ടുണ്ട്. അതാണ് 1500. അതാണ് ഇവിടെ 1500 പ്ലസ് 300 രൂപയുള്ള 9 ടോയ് വാങ്ങിച്ചിട്ടുണ്ട്. അതാണ് 2700. അപ്പോൾ ടോട്ടൽ ടോയ്കളുടെ എമൗണ്ട് അവിടെ ആയിട്ടുണ്ട് അല്ലേ? ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്ര ടോയ്കളായിട്ടുണ്ട്? ഇവിടെ ആദ്യത്തേൽ 5 ടോയ് പറഞ്ഞു, രണ്ടാമത്തേൽ 6 ടോയ് പറഞ്ഞു, മൂന്നാമത്തേൽ 9 ടോയ്സ് പറഞ്ഞു അല്ലേ? അപ്പം 5 + 6 + 9 20 ടോയ് പറഞ്ഞു.
പറഞ്ഞില്ലേ? അപ്പോൾ ടോട്ടൽ എത്രയായി? 5 200/20. അപ്പോൾ അത് എത്രയായി? 260 രൂപയായിട്ടുണ്ട്. അപ്പോൾ എത്രയാണ് ആവറേജ് വന്നത്? 260 rupees. ഇനി അടുത്ത ചോദ്യം നോക്കി നോക്കൂ. ദ ആവറേജ് മാർക്ക് ഒബ്റ്റെയിൻ ബൈ 200 സ്റ്റുഡൻസ് ഇൻ എ സർട്ടൈൻ എക്സാമിനേഷൻ ഇസ് 45 എന്നാണ് പറയണത്. ആവറേജ് മാർക്ക് ആരുടെയാണ്? 200 കുട്ടികളുടെ. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് കുട്ടികൾ അവിടെ 200 ആണ്. ആവറേജ് മാർക്ക് എത്രയെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്? 45 എന്ന് പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് ദ ടോട്ടൽ മാർക്സ്? നമ്മുടെ ഒബ്സർവേഷൻ പ്രകാരം ടോട്ടൽ നമ്പർ ഓഫ് നമ്മുടെ ആവറേജിൻ്റെ ഫോർമുല എന്തായിരുന്നു? ആവറേജ് എന്ന് പറയുന്നത് സം ഓഫ് ഒബ്സർവേഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ എന്നായിരുന്നു അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഫോർമുലയിലേക്ക് ഇട്ട് കൊടുത്ത എന്തൊക്കെ വിവരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്? ആവറേജ് നമ്മുടെ മുന്നിലുണ്ട്, ദെൻ നമ്പർ ഓഫ് കുട്ടികളും നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ സമ്മല്ലേ കണ്ടുപിടിക്കേണ്ട? അപ്പോൾ ആവറേജ് ഇൻറ്റു നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ് നമ്മൾ കാണേണ്ടത് അല്ലേ? അപ്പോൾ ആവറേജ് എത്രയാണ്? 45 ഇൻറ്റു നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയാണ്? 200. അതാണ് 200 ഇൻറ്റു 45 എന്തെന്ന് പറയാൻ കാരണം? 900 ആണ് എന്ന് പറയാൻ കാരണം. മനസ്സിലായോ? 900 ആവില്ലല്ലോ അത് 9 ഒരു 0 കൂടെ ഉണ്ടേ. 9000 ആണേ. 9000 ഉണ്ട്. മനസ്സിലായോ? ഇനി നമുക്ക് കുറച്ച് സ്പെഷ്യൽ കേസുകളാണ് അവിടെ പറയുന്നത്. ആവറേജ് ഓഫ് 2 or more ഗ്രൂപ്പ്സ് ടേക്കൺ ടുഗെദർ എന്നാണ് പറയണത്. അപ്പോൾ ഇവിടെ ഈ ഫോർമുലകൾ ഇങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക. ലാസ്റ്റ് ലാപ്പാണ്. MDC പരീക്ഷ വളരെ അടുത്തെത്തി. അപ്പോൾ പിന്നെ ഞാൻ കൂടുതൽ വിവരിച്ച് പറയുന്നില്ല. ഇഫ് ദ നമ്പർ ഓഫ് ക്വാണ്ടിറ്റീസ് ഇൻ 2 ഗ്രൂപ്പ്സ് ആർ N1 and N2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആൺകുട്ടികളുടെ എണ്ണം ഇത്ര, പെൺകുട്ടികളുടെ എണ്ണം ഇത്ര എന്ന് പറയുന്ന കേസുകൾ ഉണ്ടാവില്ലേ? അതേപോലെ ഇഫ് ദ നമ്പർ ഓഫ് ക്വാണ്ടിറ്റീസ് ഓഫ് 2 ഗ്രൂപ്പ്സ് ആർ N1 and N2, ആദ്യത്തെ ഗ്രൂപ്പിൽ N1 രണ്ടാമത്തെ ഗ്രൂപ്പിൽ N2 ആൾക്കാരുണ്ട് എന്ന് വിചാരിക്കുക. ആൻഡ് ദെയർ ആവറേജ് ഈസ് X and Y. അതിൻ്റെ ആവറേജ് ആദ്യത്തെ ഗ്രൂപ്പിൻ്റെ ആവറേജ് Xും രണ്ടാമത്തെ ഗ്രൂപ്പിൻ്റെ ആവറേജ് Yയും ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടുപേരും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഡേറ്റയുടെ ആവറേജ് എന്തായിരിക്കും എന്നാണ് പറയുന്നത്? N1X + N2Y ഡിവൈഡഡ് ബൈ N1 + N2 ആണ്. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളുടെ വെയ്റ്റിൻ്റെ അല്ലെങ്കിൽ ഹൈറ്റിൻ്റെ ആവറേജ് ഇത്രയാണ്, പെൺകുട്ടികളുടെ വെയ്റ്റിൻ്റെ അല്ലെങ്കിൽ ഹൈറ്റിൻ്റെ ആവറേജ് ഇത്രയാണ്. അങ്ങനെയാണെങ്കിൽ ആ ഹോൾ ക്ലാസ്സിൻ്റെ ഹൈറ്റിൻ്റെയും വെയ്റ്റിൻ്റെയും ആവറേജ് എത്ര എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഫോർമുലയാണ് ഇത്. ഇനി അവിടെ പറയുന്നുണ്ട്, if the average of N1 quantities is X, N1 quantitiesൻ്റെ ആവറേജ് X ആണ്, the average of N2 quantities out of them is Y എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ N1ൻ്റെ ഉള്ളിലെ N2 ക്വാണ്ടിറ്റീസിൻ്റെ ആവറേജ് Y ആണ് എന്നാണ് പറയുന്നത്. ആവറേജ് ഓഫ് ദ റിമൈനിങ് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ റെസ്റ്റ് ഓഫ് ദ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് N1X - N2Y ഡിവൈഡഡ് ബൈ N1 - N2 ആണ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ തിരിച്ച് ചിന്തിക്കുക, ഒരു ക്ലാസ്സിൻ്റെ ആവറേജ്, ഒരു ക്ലാസ്സിലെ മാത്സ് പരീക്ഷയുടെ ആവറേജ് ഇത്രയാണ് എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ആൺകുട്ടികളുടെ മാർക്ക് ഇത്രയാണ് എന്ന് സ്പെസിഫൈ ചെയ്ത് അവർ പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആൺകുട്ടികൾ ആ ക്ലാസ്സിലുള്ള ഒരു ഗ്രൂപ്പ് തന്നെയാണ്. അപ്പം ഇനിയിപ്പോൾ അതിൽ കാണേണ്ടത് ആരുടെയാണ്? പെൺകുട്ടികളുടെ ഗ്രൂപ്പിനെയാണ്. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ ഈ ഫോർമുല യൂസ് ചെയ്യേണ്ടത്. ഒരു ഹോള് തന്നു, ആ ഹോളിൻ്റെ ഒരു പാർട്ടും തന്നു കഴിഞ്ഞാൽ മറ്റേ പാർട്ടിൻ്റെ ആവറേജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുലയാണ് ഇത് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് അവിടെ പറയുന്ന ഫോർമുലകളൊന്ന് ആലോചിക്കുക. ഇഫ് X is an average of X1, X2, etc. Xn. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്കൊന്ന് ചിന്തിക്കാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇഫ് ഞാനിപ്പോൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്ന ഏറ്റവും ബേസിക് ആയിട്ട് ഒരു 3 വില വെച്ചിട്ട് എളുപ്പം ചെയ്യാം. 1, 2, 3 എന്ന് പറയുന്ന ആളുടെ ആവറേജ് കാണാം. ഈ 3 ആളുടെ ആവറേജ് എന്താ? 1 + 2 + 3 ഡിവൈഡഡ് ബൈ 3. 2 + 1 3, 3 + 3 6, 6/3 എന്ന് പറയണത് എന്താ? 2 ആണ് നമുക്കറിയാം, അറിയാലോ. അപ്പോൾ ഈ 3 വിലകളുടെ ആവറേജ് എന്ന് പറയുന്നത് 2 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഈ ഡാറ്റ വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈ 4 പോയിന്റുകൾ നമുക്കൊന്ന് വിലയിരുത്താം. ദെൻ ആവറേജ് ഓഫ് X1 + A, X2 + A, Xn + A എന്ന് പറയുന്നത് X + A ആയിരിക്കും എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ തന്നിരിക്കുന്ന ഒബ്സർവേഷൻ്റെ കൂടെ ഞാൻ ഒരു വില ആഡ് ചെയ്തു എന്നാണ് പറയുന്നത്. ഇഫ് ഐ ആഡ് സം വാല്യൂ ടു ദ ഗിവൺ ക്വാണ്ടിറ്റീസ്. അപ്പോൾ ഞാൻ തൽക്കാലം ഇതിൻ്റെ കൂട്ടത്തിലേക്ക് നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ വില 1 ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യാണ്. അപ്പോൾ അതെന്താ സംഭവിക്കുക? അത് 1 + 1 ആയി.
അത് 2+1 ആയി, അത് 3+1 ആയി. അങ്ങനെയാണെങ്കിൽ ഈ സാധനം എന്തായിരിക്കും? ഇത് 2 ആയി, ഇത് 3 ആയി, ഇത് 4 ആയി. ഈ 3 വിലകളുടെ ഒബ്സർവേഷൻ എന്തായിരിക്കും? 2 + 3 5, 5 4 9, 9/3 എന്ന് പറയുന്നത് ആവറേജ് ഓഫ് ഈ 3 വിലകൾ എന്ന് പറയുന്നത് 3 ആയിട്ട് മാറിയിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ നമ്മളുടെ ഫോർമുല പ്രകാരം ഈ 1 + 2 + 3 എന്ന് പറയുന്നതിൻ്റെ ആവറേജ് ആയ 2ൻ്റെ കൂടെ 1 കൂട്ടിയതാണ് അല്ലേ? അതാണ് നമ്മുടെ ഫോർമുലയിൽ പറയുന്നത്. ഇനി ബാക്കിയുള്ള ഇതേപോലെ ഞാൻ ചെയ്ത് നോക്കണില്ല, ഡയറക്റ്റ് പറഞ്ഞു തരികയാണ്. ഇനിയിപ്പോൾ അതൊരു വാല്യൂ സബ്ട്രാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് x1 - a, x2 - a, xn - a, എക്സെട്ര xn - a ആണ്. ഒരു കോമൺ ആയിട്ടുള്ള വാല്യൂ സബ്ട്രാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ആവറേജിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാമെന്നാണ് പറയണത്? ആ കോമൺ ആയിട്ടുള്ള വാല്യൂ സബ്ട്രാക്ട് ചെയ്തെടുക്കാം. അതേപോലെ തന്നെയാണ് മൾട്ടിപ്ലിക്കേഷൻ്റെ കാര്യവും. ഒരു കോമൺ ആയിട്ടുള്ള നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആവറേജിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആവറേജിൻ്റെ കൂടെ ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ ആലോചിക്കണം, ആ ഡിവൈഡ് ചെയ്യുന്ന ആൾ 0 ആവരുത്. ഡിവൈഡ് ചെയ്യുമ്പോൾ ആള് 0 ആവരുത്. ഇനി ഇവിടെ ആ ടൈപ്പ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കാം നമുക്ക്. If the average value of 6 numbers is 7, 12, 17, 24, 26 and 28 എന്ന് വെച്ചാൽ 7, 12, 17, 24, 26, 28 എന്ന് പറയുന്ന ഈ പുള്ളിക്കാരന്മാരുടെ ആവറേജ് എന്ന് പറയുന്നത് 19 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദ ആവറേജ് ഈസ് 19 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇഫ് 8 ഈസ് ആഡഡ് ടു ഈച്ച് നമ്പർ, 8 എന്ന് പറയുന്ന ആള് ഈ ആവറേജിലേക്ക് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അപ്പോൾ 7 + 8, 12 + 8, 17 + 8, 24 + 8, 26 + 8, 28 + 8 ആയിട്ട് മാറും അല്ലേ? അങ്ങനെയാണെങ്കിൽ ആവറേജിൽ എന്താ വ്യത്യാസം വരിക? ആദ്യം പറഞ്ഞ ഡേറ്റയുടെ ആവറേജിൻ്റെ കൂടെ എന്താണോ കൂട്ടിയേ അത് അതിൻ്റെ ആവറേജിൻ്റെ കൂടെയും കൂട്ടണ്ടേ? അപ്പോൾ എന്താ വരിക? 19 + 8, 19 + 8 എത്രയാ? 27 എന്ന് നമുക്ക് കിട്ടില്ലേ? അതാണ് അവിടെ പറയുന്നത്. ഇനി രണ്ടാമത്തെ കേസ് ആലോചിക്കുക. ദ ആവറേജ് ഓഫ് x നമ്പേഴ്സ് ഇസ് 5x. എക്സ് നമ്പറുകളുടെ ആവറേജ് എന്താണെന്നാണ് പറയണത്? 5x ആണെന്നാണ് പറയണത്. ഇഫ് x - 2 ഈസ് സബ്ട്രാക്റ്റഡ് ഫ്രം ഈച്ച് നമ്പർ, അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ആവറേജ് ഓഫ് x നമ്പർ ഈസ് 5x. ആവറേജ് എന്ന് പറയുന്ന ആൾ ആരാണ്? 5x ആണ്. ഓരോരുത്തരിൽ നിന്നും സബ്ട്രാക്ട് ചെയ്യുന്നത് ആരേനെയാ? x - 2നെയാണ്. അപ്പോൾ ആവറേജിൽ നിന്നും നമ്മൾ ആരെ കുറയ്ക്കണം? ഈ x - 2 കുറയ്ക്കണ്ടേ? അപ്പോൾ 5xൽ നിന്ന് ഈ ആവറേജ് ആയിട്ടുള്ള x - 2 കുറയ്ക്കുമ്പോൾ ഇതിനെ നമുക്ക് ഈ -2 ആൾക്കും ബാധകമുള്ളതല്ലേ? അപ്പോൾ ഈ സാധനം എന്താവും? 5x - 2x + 2 എന്നായിട്ട് മാറില്ലേ? 5xൽ നിന്ന് 2x കുറച്ച് എത്രയാ? 3x എന്ന് വരും. സോറി, 2x ഇല്ല കേട്ടോ, 5x - x അല്ലേ? 5x - x + 2. 5xൽ നിന്ന് ഒരു x കുറച്ച് എത്രയാ? 4x. 4x + 2 എന്ന് വരും. അപ്പോൾ ആവറേജ് എത്രയായിരിക്കും? 4x + 2 എന്ന് വരും. ഇനി അടുത്ത ചോദ്യം ആലോചിച്ച് നോക്കൂ. ദ ആവറേജ് ഓഫ് 8 നമ്പർ ഇസ് 21. 8 നമ്പറുകളുടെ ആവറേജ് എന്ന് പറയുന്നത് എന്താണ്? 21 ആണ്. ഇഫ് ഈച്ച് ഓഫ് ദ നമ്പർ ഇസ് മൾട്ടിപ്ലൈഡ് ബൈ 8, എല്ലാത്തിനും എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യണേ? 8 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യണേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആവറേജിനെയും എന്ത് ചെയ്യണം? 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് 21 × 8 എന്ന് പറയുന്നത്. ഇനി ഇവിടെ അടുത്തൊരു ഫോർമുല പറയുന്നുണ്ട്, അത് അടുത്ത സെഷനിൽ നമുക്ക് ചർച്ച ചെയ്യാം. താങ്ക് യു.